ഹായ് ഫ്രണ്ട്സ്, നമ്മൾ SCERT മാത്സ് സ്റ്റാൻഡേർഡ് 7ാം സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ അതായത് റേഷ്യോ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതിൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പേജ് നമ്പർ 87 വരുന്ന ചോദ്യമാണ്. റൈറ്റ് ഡൗൺ ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ടു വിഡ്ത്ത് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് റെക്ടാങ്കിൾസ് യൂസിങ് ദ സ്മോളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഹൈറ്റ് 8 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററുമാണ് പറഞ്ഞേക്കുന്നത്. ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വരുമ്പോൾ എങ്ങനെ വരും? ഒന്നാമത്തേത് വരുമ്പോൾ 8 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്ററാണ്. ഇത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ചെറുതാക്കാം. അപ്പോൾ 8നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 2 8. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ i 2 10. ഇനി സ്മോളസ്റ്റ് ഫോമായി. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4:5 ആണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇതിൽ പറഞ്ഞേക്കുന്നതാണ് 8 മീറ്ററും 12 മീറ്ററുമാണ്. 8 മീറ്റർ 12 മീറ്റർ. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാമല്ലോ. 4 വെച്ച് ചെറുതാക്കാം അല്ലേ? 4 2 8നെ 4 വെച്ച് ഹരിക്കാം. 4 2 8 ഇവിടെ 4 വെച്ച് ഹരിച്ചാൽ 4 3 12 അപ്പോൾ നമുക്ക് 2:3 എന്ന റേഷ്യോ കിട്ടി. അടുത്തത് നമ്മൾ നോക്കേണ്ടത് മൂന്നാമത്തെ പറയുമ്പോഴത്തേക്കും 20 സെൻറ്റിമീറ്ററും പിന്നെ വിഡ്ത്ത് 1 മീറ്റർ. സെൻറ്റിമീറ്ററും മീറ്ററുമാണ്, നമ്മളത് ശ്രദ്ധിക്കണം. 20 സെൻറ്റിമീറ്ററും പിന്നെ എന്തുവാ? വിഡ്ത്ത് 1 മീറ്ററും എന്നാണ് പറഞ്ഞേക്കുന്നത്. 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 20നെ നമ്മൾ എന്ത് ചെയ്യും? സെൻറ്റിമീറ്റർ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്? 20 സെൻറ്റിമീറ്ററും പിന്നെന്താണ്? 1 മീറ്ററുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 20:1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 20 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാമല്ലോ. ഒരു പ്രാവശ്യം 100നെ 20 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5 പ്രാവശ്യം 1:5 എന്ന റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നത്. 1:5 എന്ന റേഷ്യോ നമുക്ക് കിട്ടും. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? 40 സെൻറ്റിമീറ്ററും 1 മീറ്ററും. ഇവിടെയും ശ്രദ്ധിക്കുക, സെൻറ്റിമീറ്ററും മീറ്ററുമാണ് അല്ലേ? അപ്പം 40 സെൻറ്റിമീറ്ററും പിന്നെന്താണ്? 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ അല്ലേ? അപ്പോൾ 100 സെൻറ്റിമീറ്ററുമാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പം 40:100 എന്ന് വരും. അതിനെ നമുക്ക് എങ്ങനെയാക്കാം? 40 20 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 40 20 2 പ്രാവശ്യം വരും. 100 20 എത്ര പ്രാവശ്യം വരും? 5 പ്രാവശ്യം വരും. അപ്പോൾ 2:5 എന്ന് കിട്ടും. അഞ്ചാമത്തെ ചോദ്യമാണ്. ഹൈറ്റ് പറഞ്ഞേക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ വിടുത്ത് 2 രണ്ടും എന്താണ്? 2 സെൻറ്റിമീറ്റർ. 1.5:2 സെൻറ്റിമീറ്റർ എന്നാണ്. ഇവിടെ നമുക്ക് 1.5 എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് സ്ഥലം നമ്മൾ 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ആ പോയിൻ്റ് അങ്ങ് മാർക്ക് കിട്ടും. അപ്പോൾ ഇതിനെ 1.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1.5നെ 10 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 2നെയും 10 കൊണ്ട്. അപ്പോൾ ഇവിടെ 15 എന്നും ഇവിടെ 20 എന്നും കിട്ടും. അപ്പോൾ 5 വെച്ച് ഹരിക്കുകയാണെങ്കിൽ 5 വെച്ച് 3 15 ഇവിടെ 5 വെച്ച് 4 5 20 3:4 എന്ന റേഷ്യോ കിട്ടി. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഹൈറ്റും വിഡ്ത്തും അതിൻ്റെ റേഷ്യോ എന്നുണ്ട്. അപ്പോൾ ഇതിൽ മിസ്സായിട്ടുള്ള പോർഷൻസ് നമ്മൾ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അവിടെ 6 ഇവിടെ 8 ഹൈറ്റ് 6 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 6:8 എന്ന് വരും അല്ലേ? 6:8 എന്നാണ് വരുന്നത്. 6:8 എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ചെറുതാക്കാം. 3:4 എന്ന് ആക്കാം, ചെറുതാക്കാൻ പറ്റും. ഇനി ഇവിടെ 3ഉം ഇവിടെ 3:4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 4 തന്നെ ആയിരിക്കും വരുന്നത്. ഇവിടെ 3/4 ഇവിടെ 1 വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വരും 3/4:1 എന്നാണ്. അതെന്താണ്? 3:4 എന്ന് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഇവിടെ 1 തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? 3:4. നമുക്കറിയാം എന്താണ്? ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 3/4 തന്നെയായിരിക്കും വരുന്നത്. അടുത്തത് 6ഉം 15ഉം തന്നിട്ടുണ്ട്. 6:15 ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6ലെ 3 2 പ്രാവശ്യമുണ്ട്.
15-ൽ 3 5 പ്രാവശ്യം 2:5 എന്ന് കിട്ടും. ഇവിടെ 2 ആണ്, ഇവിടെ 2:5. അപ്പം നമുക്ക് ആൾറെഡി അറിയാം എന്താണ് അവിടെ 5 ആയിരിക്കും വരേണ്ടത്. ഇവിടെ 1 കിടക്കുന്നത്, ഇവിടെ 2:5 എന്നും കിടപ്പുണ്ട്. അപ്പം നമുക്കിവിടെ എന്താ വരേണ്ടത്? 5/2 എന്ന് വന്നാൽ മാത്രമേ ഇവിടെ എന്തായിരിക്കുള്ളൂ, ഒരു 1ഉം 5/2 വന്നാലേ 2:5 എന്ന് വരുള്ളൂ അല്ലേ. നെക്സ്റ്റ് ഇവിടെ 2:5, ഇവിടെ 1, അപ്പോൾ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും 5/2 ആയിരിക്കും വരേണ്ടത്. അതാണ് ഒരു ടേബിളിലെ പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 89 അടുത്ത ചോദ്യം പേജ് നമ്പർ 89 പേജിലെ ചോദ്യമാണ്. ആമിന ഹാസ് 105 റുപ്പീസ് വിത്ത് ഹർ. ആമിനയുടെ കയ്യിൽ 105 രൂപയാണുള്ളത്. മേഴ്സിയുടെ കയ്യിൽ 175 രൂപയാണുള്ളത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്മോളസ്റ്റ് എമൗണ്ട് ടു ദ ലാർജസ്റ്റ്? ചെറിയ എമൗണ്ടിന് ലാർജസ്റ്റ് എമൗണ്ടുമായിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് അല്ലെ ആരുടെയൊക്കെ കയ്യിലാണ് ഉള്ളത്? എമൗണ്ട് വിത്ത് ആമിനയുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 105 രൂപയാണ്. ഇനി മേഴ്സിയുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ്? എമൗണ്ട് വിത്ത് മേഴ്സിയുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ്? 175. ഇനി നമുക്കിതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ദ റേഷ്യോ അല്ലേ, റേഷ്യോ ഓഫ് ദി സ്മാളസ്റ്റ് എമൗണ്ട് ടു ദി ലാർജർ. റേഷ്യോ ഓഫ് ദി smaller amount to the larger. സ്മോളറിനെ ലാർജറുമായിട്ടുള്ള റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. സ്മോളറിന് ലാർജർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് 105:175 വരുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? 105നെയും 175നെയുമാണ് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാമല്ലോ. ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 105ഉം 175ഉമാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഈ 175 105 എന്ന് പറയുന്നത് 35 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 105 എന്ന് പറയുന്നത് 35 ഗുണം 3 ഏത് 105. അപ്പോൾ ഇവിടെ എന്താണ് 3 വരും. ഇത് 35 ഗുണം 5 ഏത് 175. അപ്പോൾ 5. അപ്പോൾ നമ്മൾ 35 വെച്ചാണ് നമ്മളിതിനെ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ സംഖ്യ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് നോക്കാം. 5 വെച്ച് ചെയ്ത് വരാം. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ 35 വെച്ച് ചെയ്യണമെങ്കിൽ 3 35 105, 5 35 175 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 96 women and 144 men attended a meeting. Find the ratio of the number of the women to the number of the men. അപ്പോൾ 96 സ്ത്രീകളും 144 പുരുഷന്മാരും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു എങ്കിൽ ഇവർ തമ്മിലുള്ള റേഷ്യോ വുമൺ ടു ദ നമ്പർ ഓഫ് മെൻ, സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം നമ്പർ ഓഫ് വുമൺ എത്രയാണ്? നമ്പർ ഓഫ് വുമൺ 96 ആണ്. നമ്പർ ഓഫ് മെൻ എത്രയാണ്? 144 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി തമ്മിലുള്ള റേഷ്യോ, ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് വുമൺ ടു ദ നമ്പർ ഓഫ് മെൻ ആണ്. ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് വുമൺ ടു ദി നമ്പർ ഓഫ് മെൻ അല്ലേ. ഇത് അറിയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് വുമണും നമ്പർ ഓഫ് മെന്നും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 96:144 ആണ്. 96:144 ആണ് വേണ്ടത് അല്ലേ. ഇവിടെ ചെയ്തിരിക്കുന്നത് 48 വെച്ചിട്ടാണ്. നമുക്കിനി സിമ്പിളായിട്ട് 2 വെച്ച് ചെയ്ത് തരാം, അല്ലെങ്കിൽ 12 വെച്ച് ചെയ്ത് വരാം, അല്ലെങ്കിൽ 24 വെച്ച് ചെയ്ത് വരാം. ഇവിടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് 48 വെച്ച് ചെയ്തിരിക്കുകയാണ്. 48 2 48 ആണ് ഏത് 96. അപ്പോൾ 2:2. അടുത്തത് 48 ഇൻറ്റു എത്രയാണ് 3 144 3 2:3 എന്ന് വരും. 48 വെച്ചാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്. ഓഫ് 2 പെൻസിൽസ് ദ ഷോർട്ടർ ഈസ് 4.5 cm ലോങ് ആൻഡ് ദ ലോങ്ങർ ഈസ് 7.5 cm. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങർ ടു ദ ഷോർട്ടർ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 പെൻസിലുണ്ട്. അതിൽ ചെറിയ പെൻസിൽ 4.5 cm നീളവും വലിയ പെൻസിലിന് 7.5 cm നീളവുമാണ് ഉള്ളത്. എങ്കിൽ ലോങ്ങർ ടു ദ ഷോർട്ടർ തമ്മിലുള്ള റേഷ്യോ, വലുതും ചെറുതുമായിട്ടുള്ള റേഷ്യോ ആണ്. ഇവിടെ നമുക്കറിയാം ലെങ്ത് ഓഫ് ദ ലോങ്ങർ പെൻസിൽ 7.5 ആണെന്നും ലെങ്ത് ഓഫ് ദ ഷോർട്ടർ പെൻസിൽ 4.5 ആണെന്നും അറിയാം.
ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് റേഷ്യോ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ലോങ്ങർ ടു ദ ഷോർട്ടർ. വലുതും ചെറുതുമായിട്ടുള്ള റേഷ്യോ ഇത് ചോദിക്കുമ്പോൾ ആദ്യം വലുതാണ് എഴുതേണ്ടത് 7.5:4.5 ആണ് വരുന്നത്. 7.5:4.5 ആണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട പോയിന്റ് അങ്ങ് മാറ്റി 75:45 എന്ന് എടുക്കുക. 75:45 എന്ന് എടുക്കുക. ഇതിൽ 45 എന്ന് പറയുന്നത്, ഈ 45 എന്ന് പറയുന്നത് 15 × 3 ആണല്ലോ. അതായത് I3 15 5 ഇഷ്ടം 1 3 3 4 15 വെച്ചാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നത്. 15 × 3 ആണ് ഇത് 45 എന്ന് പറയുന്നത്. ഇത് 15 × 5 ആണ്. 15 × 5 ആണ്. അപ്പം നമുക്ക് റേഷ്യോ കിട്ടി 5:3 ആണ്. 5:3 ആണ് ഇവിടെ റേഷ്യോ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് വെൻ എ റോപ്പ് വാസ് യൂസ് ടു മെഷർ ദി സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിളിൻ്റെ സൈഡ്സ് മെഷർ ചെയ്യാൻ നമ്മളൊരു റോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ വിഡ്ത്ത് എന്ന് പറയുന്നത്, ആ റെക്ടാങ്കിളിൻ്റെ വിഡ്ത്ത്, വീതി എന്ന് പറയുന്നത് ആ റോപ്പിൻ്റെ 1/4 ഓഫ് ദി റോപ്പാണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ആ റോപ്പിൻ്റെ 1/3 ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ടു ദ വിഡ്ത്ത്? എങ്കിൽ ഹൈറ്റും വിഡ്ത്തുമായിട്ടുള്ള റേഷ്യോ. ഇവിടെ നമുക്ക് മനസ്സിലായി എന്താണ് റോപ്പിൻ്റെ, ആ ഒരു റോപ്പ് വെച്ചാണ് നമ്മൾ അളക്കുന്നത്. ആ റെക്ടാങ്കിളിൻ്റെ വീതി എന്ന് പറയുന്നത് എന്താണ്? വീതി എന്ന് പറയുന്നത് റോപ്പിൻ്റെ 4/1 ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് എന്താണ്? റോപ്പിൻ്റെ 3/1 ആണെന്ന് പറയുന്നത്. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് റോപ്പിൻ്റെ 4/1, ഹൈറ്റ് എന്ന് പറയുന്നത് റോപ്പിൻ്റെ 3/1. ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ടു ദ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റും വിഡ്ത്തുമായിട്ടുള്ള റേഷ്യോ. അപ്പോൾ ഹൈറ്റ് ആദ്യം എഴുതണം. 1/3:1/4 ആണ്. ഇവിടെ നമുക്ക് 1/3 രണ്ടും എന്താണ്? ഡിനോമിനേറ്റർ സെയിം അല്ല, നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ നമുക്കറിയാം എൽ സി എം എടുക്കുക. 4 3 12 ആണ് LCM എന്ന് പറയുന്നത് അല്ലേ? LCM എടുത്തു. 4 3 12, അതായത് ഈ 4ഉം ഈ 3ഉം കൂടെ ഗുണിച്ചാൽ 4 3 12 ആണ്. അപ്പോൾ 1/4 എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. 1/4 = ഈ 4നെ 12 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിച്ചാൽ 12 ആക്കുക? 3 കൊണ്ട്. അതേ സംഖ്യ കൊണ്ട് തന്നെ മേളിലും ഗുണിക്കുക. 3/4 12 എന്ന് വരും. ഇവിടെ താഴെ 1/3 അടുത്തത്. 1/3 ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 12 ആക്കാൻ പറ്റുക? അത് 4 കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ മേളിലും ഗുണിക്കുക. അപ്പം 4/12 എന്നും വരും അല്ലേ? അപ്പം 4/12 3/12 എന്ന് വരും. അപ്പം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 4:3 ആണെന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാനായിട്ട് പറ്റും. ഇതാണ് ആ ഒരു കണക്ക്. അടുത്ത കണക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3. 3.5 ഗ്ലാസസ് ഓഫ് വാട്ടർ വുഡ് ഫിൽ എ ലാർജ് ബോട്ടിൽ. ഒരു വലിയ ബോട്ടിലിൽ 3.5 ഗ്ലാസ് വെള്ളം കൊള്ളും. എന്നാൽ ആൻഡ് 2.5 ഗ്ലാസസ് ഓഫ് വാട്ടർ കുഡ് ഫിൽ 3.5 ഗ്ലാസ് വെള്ളം ഒരു വലിയ ബോട്ടിലിൽ കൊള്ളും. അതുപോലെ 2.5 ഗ്ലാസ് വെള്ളം ഒരു ചെറിയ ബോട്ടിലും കൊള്ളും. എങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് ദ ലാർജർ ബോട്ടിൽ ടു ദ സ്മോളർ ബോട്ടിൽ എന്നാണ് ചോദ്യം. ഇവിടെ കപ്പാസിറ്റി ഓഫ് ദ ലാർജർ ബോട്ടിൽ എന്ന് പറയുന്നത് 3.5 ഗ്ലാസ് ഓഫ് വെള്ളമാണ്. ഈ 3.5 നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 3 1/2 ആണ്. അതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 3 × 2 6 ആണ്. 6 + 1 7 7. അപ്പോൾ ഈ രണ്ട് അതുപോലെ തന്നെ 7/2 എന്ന് വരും. ഇനി കപ്പാസിറ്റി ഓഫ് ദ സ്മോളർ ബോട്ടിൽ 2 1/2 ആണ്. 2 4 + 1 5/2 അതുപോലെ തന്നെ. അപ്പോൾ 7/2 5/2 എന്നാണ് എന്ത് പറയുന്നത്? ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് ദ ലാർജർ ബോട്ടിൽ ടു ദി സ്മോളർ ബോട്ടിൽ. നമുക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ദ റേഷ്യോ ഓഫ് ദി കപ്പാസിറ്റീസ് of the larger bottle to the smaller bottle. 7/2 5/2 ആണ് ആൻസർ. നമുക്ക് എങ്ങനെ എഴുതാം? 7:5 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് 7:5 ആണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. അടുത്ത ചോദ്യം
പേജ് നമ്പർ 90-91. അടുത്ത ചോദ്യം പേജ് നമ്പർ 90-91 ചോദ്യമാണ്. ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ടു മേക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് വി നീഡ് ടു ടേക്ക് 2 കപ്പ് ഓഫ് ബ്ലാക്ക് ഗ്രാം ഫോർ എവറി 6 കപ്പ് ഓഫ് റൈസ്. അതായത് ഓരോ 6 കപ്പ് റൈസ് എടുക്കുമ്പോഴും 2 കപ്പാണ് ബ്ലാക്ക് ഗ്രാം ഉഴുന്നെടുക്കേണ്ടത്. എങ്കിൽ 9 കപ്പ് ഓഫ് റൈസിന് എത്രയാണ് ബ്ലാക്ക് ഗ്രാം എടുക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്നാണെങ്കിൽ 9 കപ്പ് അരിക്ക് എത്ര കപ്പാണ് ഉഴുന്ന് എടുക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ 6ഉം 2ഉം ഇത് എന്നുള്ളത് നമുക്ക് വീണ്ടും ഒന്ന് സിമ്പിൾ ആക്കാൻ പറ്റും. 2ഉം 6ഉം അല്ലേ. ഇത് നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആക്കണേ. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 കിട്ടും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 1:3 റേഷ്യോയിലാണ് ഇത് ഓൾറെഡി എടുത്തിരിക്കുന്നത്. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ബ്ലാക്ക് ഗ്രാം ബൈ 9 കപ്പിനല്ലേ വേണ്ടത്. 9 കപ്പ് ബ്ലാക്ക് ഗ്രാം എടുക്കുകയാണെങ്കിൽ 9 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ എത്ര കപ്പ് ബ്ലാക്ക് ഗ്രാം ആണ് വേണ്ടതെന്നാണ്. അതായത് നമുക്ക് 1:3 റേഷ്യോയിൽ എടുക്കണം അല്ലേ. 1:3 റേഷ്യോയിൽ 9ൻ്റെ എന്താ ചെയ്യുക, 9 ബ്ലാക്ക് ഗ്രാം എത്രയാണ് വേണ്ടതെന്നാണ്. 9 ഇൻറ്റു 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 9 നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് കട്ട് ചെയ്യാം. 3 9 ഈ 3 ഉത്തരവായിട്ട് വരും. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 9 ഇൻറ്റു 1/3 ആണ്. അപ്പോൾ 9 ഇൻറ്റു 1 9 ആണ് ബൈ 3. അപ്പോൾ 9/3 ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ബ്ലാക്ക് ഗ്രാം എത്രയാണ് എടുക്കേണ്ടത്, 3 കപ്പാണ് ബ്ലാക്ക് ഗ്രാം. അപ്പോൾ 9 കപ്പ് അരിക്ക് 3 കപ്പ് ബ്ലാക്ക് ഗ്രാം ആണ് എടുക്കേണ്ടത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ടു പ്ലാസ്റ്റർ ദ വോൾ ഓഫ് ദ ഹൗസ് സിമെൻറ്റ് ആൻഡ് സാൻഡ് ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 1:5. അപ്പോൾ ഒരു വീടിൻ്റെ ഭിത്തിയുടെ വോള് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റും മണ്ണും എടുത്തിരിക്കുന്നത് 1:5 എന്ന റേഷ്യോയിലാണ്. എങ്കിൽ 45 ചാക്ക് സിമെൻറ്റ് എടുക്കുകയാണെങ്കിൽ എത്ര ചാക്ക് മണ്ണ് ആവശ്യമാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ദ സിമെൻറ്റ് ആൻഡ് ദ സാൻഡ് എന്ന് പറഞ്ഞാൽ 1:5 എന്ന് തന്നിട്ടുണ്ട്. ഇനി അവരുടെ ചോദ്യം എന്താണ്, 45 ചാക്ക് സിമെൻറ്റിന് എത്ര ചാക്ക് സാൻഡാണ് ആവശ്യമെന്നാണ് ചോദ്യം. അപ്പം റേഷ്യോ ഏതാണ്, 1:5 റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ 1:5 ആണ്. അപ്പോൾ നമ്മൾ 45നെ 1:5 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ 45 അല്ലേ, 1/5 സാൻഡിൻ്റെ അളവാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 45 സാൻഡിൻ്റെ അളവാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 45 ചാക്ക് സിമെൻറ്റിന് എത്രയാണ് മണ്ണ് വേണ്ടത്, 45 5/1 ആണ്. നേരെ തിരിച്ചിട്ടാണ് ഗുണിക്കുന്നത്. അപ്പോൾ 45 × 5 എത്ര വരും, 225 ചാക്ക് ആണ് എന്ത് വേണ്ടത്, മണ്ണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാനായിട്ട് 1:5 റേഷ്യോയിലാണ് എന്താ സാൻഡും സാൻഡും എടുത്തിരിക്കുന്നത്. എങ്കിൽ 45 ചാക്ക് സിമെൻറ്റിന് എത്ര ചാക്ക് മണ്ണ് വേണമെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ അറിയാം, 1ൻ്റെ കൂടെ 45 ഗുണിച്ചപ്പോഴാണ് എന്ത് വന്നത്, 45 വന്നത്. എങ്കിൽ 5നോട് കൂടിയും 45 ഗുണിച്ചാൽ നമുക്ക് 225 ഇവിടെ കിട്ടും. ഏത് സംഖ്യയാണോ 1ൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്നത് അതേ സംഖ്യ തന്നെ ഇവിടെ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ 45 ചാക്ക് സിമെൻറ്റിന് എത്ര ചാക്ക് സാൻഡ് വേണമെന്ന് പറയുമ്പോൾ സാൻഡിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 45 × 5 ആണ് 225. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 12 ലിറ്റർ ഓഫ് പെയിൻറ് വാസ് മിക്സ്ഡ് വിത്ത് 8 ലിറ്റേഴ്സ് ഓഫ് ടർപ്പൻറ്റൈൻ. 12 ലിറ്റർ പെയിൻ്റ് ആണ് 8 ലിറ്റർ ടർപ്പൻറ്റൈനിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈൽ പെയിൻറ്റിങ് ദ ഹൗസ്, ഒരു ഹൗസ് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ടർപ്പൻറ്റൈൻ ഷുഡ് ബി മിക്സ്ഡ് വിത്ത് 15 ലിറ്റർ ഓഫ് എങ്കിൽ 15 ലിറ്റർ പെയിൻറ്റിന് എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ വേണമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 12 ലിറ്റർ പെയിൻറ്റ് 8 ലിറ്റർ ടർപ്പൻറ്റൈനിലാണ് മിക്സ് ചെയ്തത്. അപ്പോൾ റേഷ്യോ ഓഫ് ദ പെയിൻറ്റ് ആൻഡ് ടർപ്പൻറ്റൈൻ എത്രയാണ്, 12:8 എന്ന റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 12:8 എന്ന റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റും അല്ലേ. വീണ്ടും ചെറുതാക്കുക എന്ന് പറയുന്നത് രണ്ടിനെയും പൊതുവായിട്ട് ഏത് സംഖ്യ വെച്ച് നമുക്ക് ചെറുതാക്കി എടുക്കാം, 8ലും 4ലും 2 പൊതുവായിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക അല്ലേ. 12നെ 4 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം, 4 3 12 വരും. 8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 വെച്ച് 2 8 3:2 ആണ്. അത് ഏത് പെയിൻറ്റും ടർപ്പൻറ്റൈനും തമ്മിലുള്ള റേഷ്യോ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 15 ലിറ്റർ പെയിൻറ്റ് എടുക്കുകയാണെങ്കിൽ ടർപ്പൻറ്റൈൻ എത്ര വേണമെന്നാണ് ചോദ്യം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുക, ടർപ്പൻറ്റൈൻ്റെ റേഷ്യോ എത്രയാണ്, ഇവിടെ 2 ആണ്.
2 ആണ് ടർപ്പൻറ്റൈൻ റേഷ്യോ, പെയിൻറ്റിൻ്റെ റേഷ്യോ 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ടർപ്പൻറ്റൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, ടർപ്പൻറ്റൈൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യുക, 2/3 ഇൻറ്റു 15 ആണ്. 2/3 ഇൻറ്റു 15 ആണ്. നമുക്കറിയാം ഇത് ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഇല്ല. 13 15 ഇസിക്വൽ ടു 10 ലിറ്റർ എന്ന് കിട്ടും. ഇനി അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ ചെയ്യുക, 2/3 ഇൻറ്റു 15 ആണ്. അപ്പോൾ നമുക്ക് മേളിലുള്ള ഗുണിക്കുക, 15 × 2 30/3 എന്ന് വരും. ഇത് ഉത്തരം 10 ലിറ്റർ എന്താണ് ഉത്തരം വരും. അപ്പോൾ 15 ലിറ്റർ ടർപ്പൻറ്റൈന് നമുക്ക് എത്ര ലിറ്റർ പെയിൻറ്റ്, 5 ലിറ്റർ പെയിൻറ്റിന് ഇപ്പോൾ എത്ര ലിറ്റർ ടർപ്പൻറ്റൈനാണ് എടുക്കേണ്ടത്, 10 ലിറ്റർ. അപ്പോൾ നമ്മൾ താഴെ എഴുതുന്നത് സോ 10 ലിറ്റർ ഓഫ് ടർപ്പൻറ്റൈൻ should be mixed with 15 liters of paint. ഇത് 15 ലിറ്റർ പെയിൻറ്റിന് എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ എടുക്കണം, 10 ലിറ്റർ ടർപ്പൻറ്റൈനാണ് എടുക്കേണ്ടത്.